നമസ്കാരം. എറണാകുളം സൗത്തിൽ നടത്തിവരികയായിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കുടുങ്ങിയത് ഉത്തരേന്ത്യക്കാരായ 6 പെൺകുട്ടികൾ. പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് ഇവരെ അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത്. നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും IT പ്രൊഫഷണലുകളും റാക്കറ്റിൽ കുടുങ്ങി. കൊച്ചിയിൽ മാത്രം 100-ലധികം അനാശാസ്യ കേന്ദ്രങ്ങളുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ആകർഷകമായ പേരുകളും പരസ്യ ബോർഡുകളും വെച്ചാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും യുവതികളെ എത്തിച്ചാണ് പ്രവർത്തനം. ലഹരി മാഫിയയുടെ മറ്റൊരു പണമുണ്ടാക്കൽ സംവിധാനമാണിത്. അക്ബർ അലിയും ഇത്തരത്തിൽ ലഹരി മാഫിയുമായി ബന്ധമുള്ളയാളാണ്. അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി ആണ് അറസ്റ്റിലായത്. അനാശാസ്യ കേന്ദ്രത്തിലൂടെ പ്രതി സമ്പാദിച്ചത് ലക്ഷങ്ങളാണെന്നാണ് നിഗമനം. റാക്കറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെട്ടതായി വിവരമുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം പോക്സോ കേസ് അടക്കം ചുമത്തും. 2 ഇടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ ഇടപാടുകാരനടക്കം 4 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. IT സ്ഥാപനങ്ങളും മാളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നിറയുന്ന വ്യക്തിയാണ് അക്ബർ അലി. ഈ പ്രദേശത്ത് നിന്നും പെൺകുട്ടികളെ വശീകരിക്കും. അതിനുശേഷം ലഹരിക്ക് അടിമകളാക്കും. ഇതിനൊപ്പം ലഹരിക്ക് അടിമകളായവരെ കണ്ടെത്തിയും വശീകരിക്കും. ഇവരെയാണ് അനാശാസ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. ലഹരി അടിമയായ യുവതികളിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പും ഇയാൾ നടത്താറുണ്ട്. എളമക്കര കടവന്തറ പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലാണ് റാക്കറ്റ് കുടുങ്ങിയത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കടകളുടെ മറവിലായിരുന്നു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഇടപ്പള്ളിയിൽ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എളമക്കര പോലീസിന് ലഭിച്ച വിവരമാണ് സംഭവത്തിൽ നിർണായകമായത്. പരിശോധനയിൽ ഇടപ്പള്ളിയിൽ നിന്നും അക്ബർ അലിയെ അറസ്റ്റ് ചെയ്തു. ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം മറ്റൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത്. വാടക വീടായിരുന്നു ഇത്. ഇവിടേക്ക് പോലീസ് ഇരച്ചെത്തി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെട്ട സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക. മലയാളിയായ സ്ത്രീകളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ നമ്പർ നൽകിയായിരുന്നു പ്രവർത്തനം. അനധികൃത മസാജ് കേന്ദ്രങ്ങളുടെ മറവിലും അനാശാസ്യ കേന്ദ്രങ്ങൾ അക്ബർ അലി നടത്തിയിരുന്നു. ഇടപ്പള്ളി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാണ് ഇവർ എറണാകുളം സൗത്തിൽ വീട് വാടകയ്ക്കെടുത്തത്. വീടിന് മുൻവശത്തായി ചെറിയ ടീ സ്റ്റാളുണ്ട്. ഇതിന്റെ മറവിലാണ് അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ആഡംബര കാറിൽ കറങ്ങി നടന്നാണ് അക്ബർ അലി പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലഹരി നൽകി വലയിൽ വീഴ്ത്തുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.